കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലില്ലേ? ഡീലുണ്ട്. ഈ കോൺഗ്രസ് CPM-ന്റെ ഡീലിനെ കുറിച്ച് മറ്റൊരു തെളിവ്, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPM-ന്റെ എതിരെ എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോ? പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നടക്കുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ് ആണ്. ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനറായ DK ശിവകുമാറാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത്, തകർക്കാനാകാത്ത വിശ്വാസം. അതിനൊപ്പം മറ്റൊരു ലാൻഡ് ഗ്രാബിംഗ് കർണാടക ലീഡർ മല്ലികാർജുൻ ഖർഗെ, ഇവരാണ് ഇവിടെ കേരളത്തിൽ വന്ന് ഡീലിന്റെ ഉപദേശം തരുന്നത്. അപ്പൊ അതിന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മനസ്സിലാക്കണം. BJP-ന്റെ പ്രചരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിജി വരുന്നു, അമിത്ഷാജി വരുന്നു, നിർമ്മല സീതാരാമൻ വരുന്നു, നഡ്ഡാജി വരുന്നു. കോൺഗ്രസ് കൊണ്ടുവരുന്നത് DK ശിവകുമാർ, ഖർഗെ, രേവന്ത് റെഡ്ഡി. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ അതിന്റെ മാത്തമാറ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഈ ഡീലിനെ കുറിച്ച് അവർ നന്നായി പ്രചരണം ചെയ്യാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ഈ ഡീലിന്റെ പിന്നിൽ എന്താണ്, ആരാണ് ഇവിടെ ശരിക്കും ഡീൽ ചെയ്യുന്നത്, അത് ഞാനൊന്ന് കൃത്യമായി ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. തെളിവുണ്ട്, ഇതിലൊരു ഡൗട്ടും ഒരു സംശയവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. CPM കോൺഗ്രസ് തമ്മിൽ ഡീൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ഡീലുണ്ട്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും ഇപ്പോൾ നടക്കുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുന്നത് CPM-ഉം കോൺഗ്രസ് ആണ്. അപ്പൊ അവിടെ ഒരു ഡീലുണ്ട്. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമി തമ്മിൽ ഡീലില്ലേ? ഡീലുണ്ട്. ഈ കോൺഗ്രസ് CPM-ന്റെ ഡീലിനെ കുറിച്ച് മറ്റൊരു തെളിവ്, 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 10 കൊല്ലം CPM-ന്റെ എതിരെ എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോ? ശബരിമല കൊള്ള, ശബരിമല 2018 ദ്രോഹം, വിദ്യാഭ്യാസ മേഖല അതിന്റെ വീഴ്ച, ആരോഗ്യ മേഖലയിൽ വീഴ്ച, ഇവിടെ നടന്ന അഴിമതി, അതിനെക്കുറിച്ച് 10 കൊല്ലം കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചില്ലേ? അപ്പൊ അതിന്റെ ഡീലിന്റെ ഒരു തെളിവല്ലേ? അപ്പൊ CPM കോൺഗ്രസ് തമ്മിൽ ഒരു ഡീലുണ്ട്, അതിൽ ആർക്കും ഒരു സംശയമില്ല, അതൊരു ഡീലുണ്ട്. ആ ഡീലിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. കോൺഗ്രസും ജമാഅത്ത് തമ്മിൽ ഡീലുണ്ട് എന്ന് കോൺഗ്രസ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ ചോദിക്കേണ്ടത്, കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ, മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അത് തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തിന്റെ തമ്മിൽ എന്താണ് ഡീൽ? മുസ്ലിം ലീഗ് ജമാഅത്തും SDPI തമ്മിൽ എന്താണ് ഡീൽ? ഡീൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡീൽ എന്താണെന്ന് മുസ്ലിം ലീഗ് പറയട്ടെ, കോൺഗ്രസ് പറയട്ടെ. അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു നുണ, ഡീൽ. CPM-ഉം BJP തമ്മിൽ ഡീലിന്റെ സാധ്യത ഒരു മൊട്ട പൂജ്യമാണ്, 0 ആണ്. കാരണം CPM-നെ എക്സ്പോസ് ചെയ്യുന്ന ഒരു ഒറ്റ പാർട്ടിയാണ് കേരളത്തിൽ. CPM-ന്റെ അഴിമതി, CPM-ന്റെ ശബരിമല കൊള്ള, CPM-ന്റെ എക്സാലോജിക് സ്കാം, ഓരോരോ സ്കാമിന്റെ പിന്നിൽ BJP NDA ആണ്.
അവരുടെ അഴിമതിയും അവരുടെ ദുർഭരണവും അവരുടെ കുറ്റകരമായ അനാസ്ഥയും അവരെ തോൽപ്പിക്കുന്നത് BJP ആണ്. കോർപ്പറേഷൻ അവരെ തോൽപ്പിച്ചിട്ടാണ് BJP ജയിച്ചത്. അപ്പോൾ ഈ നുണ പ്രചരിപ്പിച്ച് അവരുടെ ഡീലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം അത് തെലങ്കാനയിൽ നടക്കും, അത് കേരളത്തിൽ നടക്കില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇവിടെ വോട്ട് ചെയ്യുന്നത് മലയാളിയാണ്. തെലങ്കാനയിൽ നടക്കുന്ന തന്ത്രവും തെലങ്കാനയിൽ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയവും ഇവിടെ നടക്കില്ല, അത് ഞങ്ങൾ നടക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാലാമത്തെ ഒരു നുണന്റെ ഒരു ഉദാഹരണം, രാഹുൽ ഗാന്ധി ഈ നുണയുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു PhD പോസ്റ്റ് ഡോക്ടറൽ മാസ്റ്ററാണ്, അതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇന്നലെ ആസാം ചീഫ് മിനിസ്റ്ററിന്റെ എതിരെ കോൺഗ്രസ് പാർട്ടി AICC ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പ്രസ് വാർത്ത, ഇതെല്ലാം മാധ്യമ സുഹൃത്തൊന്ന് പഠിച്ച് മനസ്സിലാക്കണം. ഡെഫമേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കറക്റ്റ്, അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ ചെയ്യില്ല, പക്ഷെ അവർ ചെയ്യുന്ന കാര്യം. ബട്ട് ഒരു ഡോക്യുമെന്റിനെ ഫോൾസിഫൈ ചെയ്ത് ആരുടെ ഒരു പാസ്പോർട്ടില് ഒരു മുഖ്യമന്ത്രിന്റെ വൈഫിന്റെ ഫോട്ടോ വെച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത് ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ നുണ രാഷ്ട്രീയത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ കോൺഗ്രസ് പോകുന്നു. അവരുടെ ഡെസ്പറേഷൻ, അവരുടെ പേടി, അവരുടെ ഭയം ഈ ലെവലിൽ വരെ എത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല നാടിനെ കുറിച്ച്, നാടിന്റെ ഭാവിയെ കുറിച്ച്, നാട്ടുകാരുടെ ഭാവിയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഈ നുണ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളെ ഇരകളാക്കുക. അപ്പൊ ഞാൻ അവസാനം ജനങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് പാർട്ടിന്റെ രാഷ്ട്രീയം എല്ലാവരും കണ്ട് മനസ്സിലാക്കി സഹിച്ചതാണ്. ആരും ഏത് സമുദായമാണെങ്കിലും അവർ ഏത് സമുദായത്തിന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഏത് സമുദായമാണെങ്കിലും ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ ഇവരുടെ ഇരകളാവാൻ പാടില്ല, ഈ നുണ രാഷ്ട്രീയത്തിന്റെ ഇരകളാവാൻ പാടില്ല. നിങ്ങൾ സമ്മതിക്കരുത്. സത്യം ജയിക്കണം. ഈ നുണ രാഷ്ട്രീയത്തിന് നമ്മൾ ഈ ഇലക്ഷനിൽ പൊളിക്കണം, വൺസ് ആൻഡ് ഫോർ ഓൾ പൊളിക്കണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.